PM മുഹമ്മദ് റിയാസ് ടെലിഫോണിലുണ്ട്. മിനിസ്റ്റർ, അറിയാവുന്ന വിവരങ്ങളൊന്നും പങ്കുവയ്ക്കാമോ? അങ്ങ് ഇപ്പോൾ എവിടെയാണുള്ളത്? അങ്ങോട്ടേക്ക് പോവുകയാണോ? അതെ, അവിടെ ഇപ്പോ നമ്മൾ പരിക്ക് പറ്റിയവർക്ക് ഏറ്റവും നല്ല നിലയിൽ ചികിത്സ നൽകുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എല്ലാവരും ചേർന്ന് നടത്തുന്നത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നുണ്ട്. കുറച്ചുകൂടി ഗുരുതരമായ പരിക്കുള്ളവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അവിടെയും അതിന്റെ സംവിധാനങ്ങൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരും അതിലിടപെടുന്നുണ്ട്. പോലീസുമായി സംസാരിച്ചു, മറ്റ് വോളണ്ടിയർ വർക്ക് നടത്തുന്ന ആശുപത്രികളിലുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ ഗുരുതരമായ പരിക്കുള്ളവർക്ക് അങ്ങനെ എത്ര പേരെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ മിനിസ്റ്റർ? അതോ അതെ, ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതാണ്. എന്തായാലും നമുക്ക് അത് സാധ്യമാകുന്ന എല്ലാ നിലയിലും അവരെ ചികിത്സ നൽകി സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ അവിടെ നടത്തുന്നുണ്ട്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരണം അറിയിച്ചതിന്. എന്തായാലും എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ആരോഗ്യമന്ത്രിയുമൊക്കെയായി ബന്ധപ്പെട്ട് അവിടെ ഏർപ്പാടാക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ 9 പേരെയാണ് ചികിത്സയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആദ്യം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടുത്തെ ഒരു പരിമിതി മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ആളുകളെ മാറ്റിയായിരുന്നു. ഇപ്പോൾ ഇതുവരെ 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്.